ആഹാ, അച്ഛൻ മോളെ കാണാൻ വന്നാണോ? കളിയാക്കിയതല്ലോ. അയ്യോടാ, അച്ഛൻ മോളെ കാണാൻ വരുന്നതിന് കളിയാക്കുന്ന എന്തിനാ? മോള് ദേഷ്യപ്പെടുമെന്നുള്ള പേടി ഉണ്ണിയമ്മയ്ക്ക്. സംശയം എന്താ? അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലേ ആട്ടി ഇറക്കി വിടും. അനന്തേ, നീ ആദ്യം അവളോട് ചെന്ന് അനുവാദം ചോദിക്ക്. അച്ഛൻ വന്നൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്ക്. ആ, അത് നേരാ മോനെ. ആശുപത്രിയിൽ ഒരു ബഹളം ഉണ്ടാകാതെ കഴിക്കാം. ഞാൻ ചോദിച്ചിട്ട് വരാം. അയ്യോ, ഒരച്ഛന്റെ ഗതികേടേ. എങ്ങനെയുണ്ട് ബാലമണി? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എന്നാലും ഒരു പേടി. എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നാ മതി. പേടിക്കൊന്നും വേണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി എല്ലാ സന്തോഷവും ദൈവം ബാലമണിക്ക് തരും. മറ്റൊന്നും ചിന്തിക്കണ്ട. അഴകത്തെ അവകാശിയ ബാലമണി. അനന്തുവിന്റെ ഭാര്യയായിട്ടുള്ള അവകാശമല്ല ഞാൻ പറയുന്നത്. അത് നമുക്ക് വേണ്ട. അതല്ല ശരിക്കുള്ള അവകാശം. അഴകത്തെ കുഞ്ഞികൃഷ്ണ മേനോന്റെ, അതായത് എന്റെ ഉണ്ണിയാമ്മയുടെ മോള ബാലമണി. ഉണ്ണിയമ്മയുടെ മകളോ? മരിച്ചാലും എനിക്കും എന്റെ കുഞ്ഞിനും ആ അവകാശം വേണ്ട. ജീവിതത്തിൽ ആരെങ്കിലും ഞാൻ വെറുക്കുന്നുണ്ടെങ്കിൽ അത് അനന്തുവേട്ടനെ അല്ല, ആ മനുഷ്യനെയാ. അങ്ങനെ പറയരുത് ബാലമണി. ആ മനുഷ്യൻ നിനക്ക് സുഖമില്ലാന്നറിഞ്ഞപ്പോ നിന്നെ കാണാനായിട്ട് ദാ പുറത്തു വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. എന്നെ കാണാൻ പുറത്തു വന്ന് കാത്തു നിൽക്കേ? എന്തിന്? അങ്ങനെയൊന്നും ചോദിക്കരുത് ബാലമണി. പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളുണ്ടോ ജീവിതത്തില്? ഉണ്ണിയമ്മ എല്ലാറ്റിനും പശ്ചാത്തപിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മോളോട് വാത്സല്യമുണ്ട്. ഒരു അവസരം കൊടുത്തൂടെ? പറ്റില്ല. അയാളെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരരുത് സാറ്. കൊണ്ടുവന്നാ ഇവിടെ ഇറങ്ങി ഓടും ഞാൻ. സത്യമായിട്ട് ഞാൻ ഓടും. എനിക്ക് കാണണ്ട അയാളെ. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ കാണണ്ട. ബാലമണി, നീ ഇങ്ങനെ ബഹളം വെക്കണ്ട. ഉണ്ണിയമ്മക്ക് നിന്നെ ഒന്ന് കാണണം, അത്രേ വേണ്ടൂ. വേണ്ട, എനിക്ക് ആ മുഖം കാണണ്ട. ആനന്ദ് സാർ, ഞാൻ മറ്റൊന്നും അപേക്ഷിക്കുന്നില്ല. എന്റെ അമ്മയെ ചതിച്ച ആ മനുഷ്യനെ എന്റെ മുന്നിൽ കൊണ്ടുവരരുത്. പ്ലീസ്, എന്നോട് ഇത്തിരിയെങ്കിലും കരുണ കാണിക്കണം. എനിക്ക് വെറുപ്പ് അയാളോട്. എന്റെ അമ്മ ആരുമില്ലാതെ തെരുവിൽ കിടന്ന് മരിക്കാൻ കാരണക്കാരനായ മനുഷ്യനെ എനിക്ക് കാണണ്ട. പോകാൻ പറയൂ, ഒന്ന് പോകാൻ പറയൂ അയാളുടെ. ഓക്കെ ശരി, നീ വെറുതെ ടെൻഷൻ ആവണ്ട. ഞാൻ പറഞ്ഞോളാം. മകൾക്ക് കാണാൻ താല്പര്യമില്ലാത്ത അച്ഛനെ നിരാശനാക്കി ഞാൻ പറഞ്ഞു വിട്ടോളാം. ഉണ്ണിയമ്മ തെറ്റിയതിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴെങ്കിലും തിരിച്ചറിയേണ്ടി വരും നിനക്ക്. എപ്പോഴെങ്കിലും. എന്താ
ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ലേ? പറയ മോനെ, സമ്മതിച്ചില്ലേ? നമുക്ക് പോവാം ഉണ്ണിയമ്മേ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ബാലാമണിക്ക്. അതുകൊണ്ട് ഉണ്ണിയമ്മയ്ക്ക് കാണണമെങ്കിൽ തന്നെ പിന്നെ വന്ന് കാണാലോ. മനസ്സിലായി. കണ്ടില്ലെങ്കിലും വിവരങ്ങൾ അറിഞ്ഞല്ലോ, ധാരാളമായി. എന്നാ പിന്നെ ആട്ടിയിറക്കി വിടും മുമ്പ് ഞാനങ്ങ് പൊയ്ക്കോട്ടെ. ഉണ്ണിയമ്മേ, ഞാൻ കൂടെ വരാം. വേണ്ടടാ, ഞാൻ ഒറ്റയ്ക്ക് നടന്ന ആ ശീലം. ആ, നീ ഇവിടെ വേണം. എൻ്റെ മോളുടെ അടുത്ത് നീ ഉണ്ടാവണം. പാവം അല്ലേ അമ്മേ? പാവോ? ഒരു പെങ്കൊച്ചിനെ അവളുടെ അമ്മയും ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ കണ്ണീര് കുടിപ്പിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് മോളെ ഞാൻ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ ഇറങ്ങി ചെല്ലണോ അവള്? ജീവിതം എന്ന് പറയുന്നതേ നാടകവും സിനിമയൊന്നും അല്ല മോനെ. അനുഭവിച്ച വേദനകള് അടങ്ങില്ല മനസ്സിൽ. അങ്ങനെ ഒരുപാട് അനുഭവിച്ചോളാം ഞാൻ. നീ പരിഭ്രമിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല ഗീതേ. അഭിരാമി ഈ വീട്ടിൽ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇവിടുത്തെ രീതികളൊക്കെ പഠിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. സാവധാനം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിയെടുക്കാം. ഏയ്, എനിക്ക് തോന്നുന്നില്ല അമ്മേ. സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പെണ്ണാ അവള്. നമ്മളെ അനുസരിക്കാനുള്ള സാധ്യത കുറവാ. ശ്രമിച്ചു നോക്കാം നമുക്ക്. എന്റെ ജാതകത്തിലുണ്ട് 35ാമത്തെ വയസ്സിൽ ശത്രുദോഷം വന്ന് കയറുവെന്ന്. അതിവളുടെ രൂപത്തിലായിരിക്കുമോ? അടിയോടിയോ ഒന്ന് വിളിപ്പിച്ച് ഗണിച്ചു നോക്കാം അല്ലേ? എന്നെക്കുറിച്ചുള്ള ടെൻഷന് രണ്ടുപേർക്കൊന്നും എനിക്കറിയാം. വിഷമിക്കണ്ട. അത്തരം ഒരു സാഹചര്യത്തിൽ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. അധിക സമയവും വീട്ടിലിരിക്കുന്നതാ എനിക്കിഷ്ടം. കുറെ പണിയെടുത്ത് കുറച്ചധികം കാശുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല ഞാൻ. മോള് പെട്ടെന്ന് വാശി പിടിച്ചു പോയപ്പം ഇതാണോ സ്വഭാവം എന്ന് പേടിച്ചു. മനുഷ്യരുടെ, പ്രത്യേകിച്ചും രോഗികളുടെ കണ്ണീരും കൈകൂപ്പലൊന്നും കണ്ടാൽ സഹിക്കില്ല എനിക്ക്. ആ ഒരു കാര്യത്തിലുള്ള സ്വാതന്ത്ര്യം മതി. ബാക്കിയൊക്കെ ഞാൻ ഈ വീടിന്റെ രീതിയിൽ ജീവിച്ചോളാം. വിശ്വസിക്കാമോ? ഞാൻ പറഞ്ഞില്ലേ മോളെ, അവള് ശരിയായി വരും. അമ്മേ, ആഹാരം എടുത്തു വെച്ചു. എന്താ എടുത്തു വെച്ചത്? കഞ്ഞിയും ചമ്മന്തിയും. നിനക്ക് ചപ്പാത്തിയും ചിക്കനും വെജിറ്റബിൾ സ്റ്റൂ. എനിക്ക് വെറും കഞ്ഞി. എന്നെ കഞ്ഞിയാക്കി ഈ അരിയാഹാരമെല്ലാം കഴിപ്പിച്ച് ഷുഗർ കേട്ടിച്ച് കിടപ്പിലാക്കണം നിനക്ക്, അല്ലേ? എന്റെ അമ്മേ, എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ശരി, ചപ്പാത്തി എടുത്ത് വെച്ചോളാം. വന്ന് കഴിക്ക്. കൈക്ക് വയ്യല്ലോ എന്ന് വിചാരിച്ചാ കഞ്ഞി എടുത്തു വെച്ചത്. കഞ്ഞിയാവുമ്പോ സ്പൂണിക്കോരി കുടിക്കാലോ. വേണ്ടെങ്കി വേണ്ട. ചപ്പാത്തി വേണമെങ്കിൽ അത് ചോദിച്ചാ പോരെ. അല്ലെങ്കിൽ തന്നെ ഈ ചപ്പാത്തി എന്ന് പറയുന്നത് എന്താ, അമൃതാണോ? ചിക്കനാ ഞാൻ കഴിക്കുന്നേന്ന്. തള്ള വെജിറ്റേറിയനാന്ന് വെച്ച് ഞാൻ ഈ പച്ചക്കറിയൊക്കെ കടിച്ചു പറിച്ച് തിന്നണോ? എനിക്കിത്തിരി മീനും ഇറച്ചിയും ഒക്കെ വേണം. ഇതിപ്പോ സിനിമയെ കണ്ട പോലെയാ. ചൂടുവെള്ള തീ കഴുകിയ കുറ്റം, പച്ചവെള്ള തീ കഴുകിയ അതിനും കുറ്റം. കഞ്ഞി കൊടുത്തില്ലെങ്കിൽ കുറ്റം, കൊടുത്താ അതിനും കുറ്റം. എന്റെ ഒരു ഗതികേട്. കുറ്റപ്പെടുത്തുമ്പോ ഒന്ന് ആലോചിച്ചൂടെ? ഒരു പാവം പെണ്ണിനെയാ ഈ ദ്രോഹിക്കുന്നേ നോക്കെ. എന്താടി നിന്ന് പെറുപിറുക്കുന്നത്?
ഏയ് ഒന്നുമില്ല. നല്ല മനസ്സോടെയാണോ ഈ തരുന്നത്? അതിനെനിക്ക് ചീത്ത മനസ്സുണ്ടായിട്ട് വേണ്ടേ? എനിക്ക് വേണ്ട. ആ, അവിടെ ഇരിക്കമ്മേ. നീ കൈ കഴുകിയതാണോ? നീ എനിക്ക് തരുന്നുണ്ടോ? നല്ല വിശപ്പ്. കുറച്ച് മതി അമ്മേ. എന്താ എടി? കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ ഇന്ന് തന്നെ പോവായിരുന്നു. കുഴപ്പമില്ലാന്ന് കരുതി ഇനി ശ്രദ്ധിക്കണം. ആരുടെയും ചവിട്ട് കൊള്ളാൻ പോകരുത്. ചവിട്ടോ? ഞാൻ മെല്ലെ ഒന്ന് വീണല്ലേ ഉള്ളൂ ആ, അമ്മേ. ഇനി അതൊക്കെ പറയുന്ന എന്തിനാ? പറയാതിരുന്നിട്ട് എന്താ അമ്മേ കാര്യം? നടന്നതൊക്കെ രാഘവൻ ഞങ്ങളോട് പറഞ്ഞു. എന്ത് നടന്നു? ലച്ചുച്ചി എന്തൊക്കെയാ പറയുന്നേ? ആരും വയറ്റത്ത് തൊഴിച്ചത് ഓർമ്മയില്ലേ ബാലയ്ക്ക്? കവിത, കവിത എന്നെ ദേഹത്തെ ചവിട്ടി. ചവിട്ടല്ല, തൊഴിച്ചു. വയറ്റത്ത് തന്നെ തൊഴിച്ചു. ശരിയാ. അതുകൊണ്ട് ഇനിയിപ്പോ അതുകൊണ്ടാണോ? അതെ മോളെ, അവൾ ഉപദ്രവിച്ചതിന്റെ കേട് കുഞ്ഞിനുണ്ട്. ആനന്ദിനോടും രാഘവനോടും ഡോക്ടർ പറഞ്ഞു. വയറില് വല്ലാത്ത തൊഴിയോ ഇടിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? അറിയില്ല മോളെ. പുറമേ കുഴപ്പമൊന്നും കാണുന്നില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അവള് കാരണം എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. ബാലാമണി പ്രതികരിക്കും. അത് അവൾ എന്നെ കൊല്ലാൻ നോക്കിയതുപോലൊന്നും ആയിരിക്കില്ല. അഴകത്തേക്ക് ഞാൻ തിരിച്ചു ചെന്ന നിന്ന് കത്തു അവള്. ഞാനും നീയാണ് ഒരു കുടുംബമെന്ന് മുമ്പ് നീ പറഞ്ഞില്ലേ? ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനം ഭാര്യയും കുട്ടികളൊക്കെയാ. ഇപ്പൊ എന്താ അങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നാൻ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. തിരക്കുകൾക്കിടയിൽ ജീവിക്കാൻ മറന്നുപോകുന്നവരാ പലരും.
പ്രശ്നങ്ങളൊക്കെ ഒതുക്കിയിട്ട് ജീവിക്കാന്ന് വിചാരിച്ചാ അപ്പോഴേക്കും പ്രായം കടന്നു പോകും. ആ, ഒരു കുഞ്ഞിനെ കുറിച്ചൊക്കെ നമുക്കിനി ചിന്തിക്കാൻ കവിത. ഏയ്, തൽക്കാലം കുട്ടിയൊന്നും വേണ്ട. ഒരു 2-3 വർഷം ഇങ്ങനെ അങ്ങ് പോട്ടെ. 2-3 വർഷോ? അതെന്താ? അല്ല, 3 വർഷം എന്ന് പറഞ്ഞാൽ അതത്ര കൂടുതലൊന്നും അല്ല. ഫിനാൻഷ്യലി നമ്മളൊന്ന് സെറ്റിൽ ആവട്ടെ. ഇപ്പൊ എന്താ കുഴപ്പം? അഴകത്ത് ജീവിക്കുമ്പോൾ നമുക്കെന്തിനാ കാശ്? ഇവിടെ എന്തിനാ കുറവ്? ഇതൊന്നും പോരാനന്ദു. കോടികൾ കൈമറിയുന്ന ബിസിനസ് മാഗ്നറ്റുകളുടെ കുഞ്ഞായിരിക്കണം ജനിക്കേണ്ടത്. എന്ന് വെച്ചാ നമ്മൾ അത്രയ്ക്ക് വലുതാവണം. ബിസിനസ് ചെയ്യുന്നതിന് കുഞ്ഞുങ്ങളൊരു തടസ്സമല്ല കവിതേ. ആണനന്ദു. ഗർഭിണിയായ പിന്നെ പ്രസവം വരെ 1 വർഷം വെറുതെ പോവും. കുഞ്ഞുണ്ടായി കഴിഞ്ഞാ പിന്നെ അതിനെ ഇട്ടിട്ട് എങ്ങും പോവാൻ പറ്റില്ല. പിന്നെ നഷ്ടപ്പെടും 2-3 വർഷം. ഓ, അത്രയൊന്നും സഹിക്കാൻ എനിക്ക് വയ്യ. ഈ പടിയിറങ്ങുമ്പോ എന്റെ കുഞ്ഞു മാത്രമേ എനിക്ക് കൂട്ടിനുള്ളൂ. അതിനെങ്കിലും തിരിച്ചെടുക്കരുത്. എന്താ അനന്തു ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. എത്ര നേരമായിട്ട് ഞാൻ അഭി പ്രതീക്ഷിച്ചിരിക്കുന്നു. ആദ്യത്തെ ദിവസം, അതായത് ഇന്നലെ, താൻ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്നും താൻ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഈ നിമിഷം വരെ കാർത്തിക്കിനോട് ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. ഇനി പറയേയില്ല. കാർത്തിക് എന്നോടും അത് ചെയ്യരുത്. ഇല്ല, എന്റെ സത്യസന്ധതയെ വിശ്വസിക്കാം. എങ്കിൽ കാർത്തിക് അമ്മയോടും സഹോദരിയോടുമെങ്കിലും എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ പറയണം. അത് കഴിഞ്ഞേ നമ്മൾ ബെഡ് ഷെയർ ചെയ്യൂ. അത് ഈ രാത്രിയിൽ എങ്ങനെ അഭി? രാത്രിയായത് ഇപ്പോഴല്ലേ കാർത്തിക്? ഇതുവരെ എത്ര സമയമുണ്ടായിരുന്നു? കാർത്തിക് പറയാൻ എന്നോട് വാക്ക് പറഞ്ഞതുകൊണ്ടാ ഞാൻ അവരോടൊന്നും പറയാത്തത്. ഒന്നുകിൽ കാർത്തിക് പറയാ, അല്ലെങ്കിൽ ഞാൻ പറയാം. എന്നെ അവർക്ക് സ്വീകാര്യമായില്ലെങ്കിൽ പിന്നെ ഈ ബന്ധം കൊണ്ട് ദോഷമല്ലേ ഉണ്ടാവൂ? ഞാൻ സ്വീകരിച്ചല്ലോ തന്നെ, പിന്നെന്താ? ഒരു സാധാരണ വീട്ടിലാണെങ്കിൽ അത് മതി. ഭർത്താവ് സ്വീകരിച്ചാൽ വേറെ ആര് സ്വീകരിച്ചില്ലെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കാം. ഈ വീട്ടിലെ അസാധാരണത്വ എന്റെ പ്രശ്നം. ഇവിടെ എല്ലാവരെക്കാളും അധികാരവും ആജ്ഞാശക്തിയും എല്ലാം ഗീതച്ചേച്ചിക്ക. ആ കടമ്പ കടന്നു പോകാൻ കഴിയുമോ കാർത്തിക്കിന്? അതായത് എന്നെ സ്വീകരിക്കാൻ അമ്മയ്ക്കും സഹോദരിക്കും കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരുമിച്ച് എന്റെ വീട്ടിൽ താമസിക്കാം. അതിന് കാർത്തിക്കിനും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മറ്റൊരു വീടെടുത്ത് മാറാം. സമ്മതമാണോ? ആലോചിക്ക്. ഒരു തീരുമാനമായിട്ട് എന്നോട് പറഞ്ഞാൽ മതി.
എന്താടാ ഇത്? എന്താ? ഇത് ഗാർമെന്റ്സിന്റെയും അഴകത്ത് ഫിനാൻസിയേഴ്സിന്റെയും ഉടമസ്ഥാവകാശം കൈമാറിയ രേഖകളാ. ഇത് കവിതയ്ക്ക് നീ ഒപ്പിട്ട് കൊടുത്താണോ? അല്ല, ഇതാരാ വല്യേട്ടനെ കാണിച്ചെന്ന്? ഗിരീഷാണോ? ആരായാലെന്താ, നീ കാര്യം പറ. അപ്പൊ കവിത പറയുന്നത് ശരിയാണ്. ഗിരീഷ് എനിക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? അയാൾ തന്നൊന്നുമല്ല, ഞാൻ എടുത്ത് ചെക്ക് ചെയ്തതാ. നീ ചോദിച്ചതിന് ഉത്തരം പറ. നീ അറിഞ്ഞാണോ ഈ കൈമാറ്റ കച്ചവടം? നിന്റെ ഒപ്പാണോ ഇതെന്ന്? അതെ.